ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം നല്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ചത്ത പൊലിരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് അതിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നൊരു കല്യാണ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ്റെ ബന്ധുവിൻ്റെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടോണർ അടിക്കുക. ടോണർ അടിച്ച് അത് മുഖത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ സെറം ഇടാമെന്ന് വെച്ചു. അങ്ങനെ സെറം ഇട്ട് സെറം ആദ്യം തുറക്കാനൊന്നും പറ്റില്ല, അതിൻ്റെ അടപ്പ്. അങ്ങനെ 2-3 ഡ്രോപ്പ് സെറം ഫേസിലിട്ടിട്ട് അതും തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ മോയ്സ്ചറൈസർ ഇടാം. ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ കേട്ടോ. അങ്ങനെ മോയ്സ്ചറൈസർ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് അതും ഇട്ടിട്ട് കണ്ടോ ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കും എൻ്റെ ഫേസ് അതെല്ലാം ഇടുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷൻ NYBയുടെ 3-in-1 ഫൗണ്ടേഷനും പിന്നെ സ്ട്രോപ്പ് ക്രീമും അത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം തേച്ച് പിടിപ്പിക്കും. കാര്യം എൻ്റെ താടിയിലൊരു പാടുണ്ട് കണ്ടോ, അതെന്നെ കിച്ചു അടിച്ച് പൊട്ടിച്ചത്. താടി എൻ്റെ അടിച്ച് പൊട്ടിച്ച്. അപ്പോൾ ആ പാടൊക്കെ ഒന്ന് മറിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പാടും ഒക്കെ മറക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഏറെ എടുത്ത് അങ്ങനെ അതും തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കോമ്പാക്റ്റ് തന്നെ NYBയുടെ തന്നെ കോമ്പാക്റ്റ് പൗഡർ അങ്ങനെ മുഖത്ത് തേക്കാൻ പോകും. അതും തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്തത് ഇച്ചിരിയും കൂടി സ്ട്രോപ്പ് ക്രീം എടുത്തിട്ട് ഹൈലൈറ്ററായിട്ട് ഒന്നുകൂടെ യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാനിടുന്നത്. ഇതിലൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരണേ. ഇങ്ങനെയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ലിപ്പ് ലൈനർ യൂസ് ചെയ്യാൻ പോവാണ്. ഇതെനിക്ക് കറക്റ്റായിട്ടൊന്നും വരയ്ക്കാനൊന്നും അറിയത്തില്ല, ഞാൻ ഏതാണ്ടൊക്കെ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഏതാ ഷെയ്ഡൊന്നും എനിക്കൊന്നും അറിയത്തൊന്നുമില്ല, ഞാൻ ഈയിടയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പം അതും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് കണ്ട് ഞാൻ എൻ്റെ പട്ടിഷോയ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിരി എഴുതാൻ പോവാം. പിരി എഴുതി ഞാൻ ഫ്ലോപ്പായിപ്പോയി. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതുമായിപ്പോയി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാനതെല്ലാം തുടച്ച് വൃത്തിയാക്കി നേരെയൊക്കെ ആക്കി. ഇതിപ്പോൾ തുടങ്ങിയതല്ല, അവസാനം ഞാൻ ക്യാമറ ഓഫാക്കിയിട്ടൊന്ന് തുടച്ചായിരുന്നു. പിന്നെ NYBയുടെ തന്നെ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കണ്ണെഴുതുക. എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൊക്കെ എഴുതാൻ. അങ്ങനെ കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഞാൻ മസ്കാര ഇടുന്ന കാര്യം ഓർത്ത്. മസ്കാര അല്ല, സോറി, ഐ ഷാഡോ. അങ്ങനെ ഐ ഷാഡോ ഇടാൻ പോവാണ്. ഞാനത് ഒരു ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ആ ഷെയ്ഡ് ഉണ്ടായിരുന്നു, വേറൊരു ഷെയ്ഡ് ഇട്ടാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനർ എഴുതാൻ പോകും. അതും NYBയുടെ തന്നെ കേട്ടോ, ഐലൈനറും. അങ്ങനെ ഐലൈനർ എഴുതുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് ഇതുപോലെ ഇങ്ങനെ കണ്ണിച്ചിരി വീതിയിൽ എഴുതുന്നതാണ് ഇഷ്ടം, എനിക്ക് ചെറുതായിട്ട് എഴുതുന്നത് ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് ഞാൻ മസ്കാര ഇടുവാണ്. മസ്കാര ഇടാൻ എനിക്ക് ബ്ലൂ ഹെവൻ്റെ ആയിരുന്നു തോന്നുന്നു. ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലൂ ഹെവൻ്റെ മസ്കാര യൂസ് ചെയ്യുക. എനിക്കത് വലിയ വോളിയം ഉള്ളതായിട്ടൊന്നും തോന്നിയ വോളിയം 10x വോളിയം അതായിട്ട് എനിക്ക് വലിയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ മസ്കാര ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ അയച്ചിട്ടിട്ട് കുറച്ച് പട്ടിഷോ കാണിക്കാൻ പോകും. അങ്ങനെ പട്ടിഷോ കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഓർത്ത് ഞാൻ ബോഡി ലോഷൻ ഒന്നും തേച്ചില്ല. കാര്യം ഞാൻ ഫുൾ കൈ ഉള്ളൊരു ഡ്രസ്സായിരുന്നു. അപ്പം ഇപ്പം ഇട്ടില്ലെങ്കിൽ പിന്നെ ശരിയാവത്തില്ല. അങ്ങനെ ഹാൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ബോഡി ലോഷനും കയ്യിലും കാലിലും എല്ലാം തേച്ചിട്ട് ഞാൻ പോയി എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെഴുതാനല്ല, കമ്മലിടാൻ പോവാ. അങ്ങനെ കമ്മലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടി. ഇങ്ങനെയാണ് മുടിയൊക്കെ കെട്ടി കേട്ടോ. കൊള്ളാവോ? പിന്നെ ഞാൻ ഓർത്ത് മുടി കെട്ടി വെച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് ഞാൻ സിന്ദൂരം ഇട്ട് വെളിയിറങ്ങിയില്ലെങ്കിൽ എന്നെ കൊല്ലാരി ഇടയ്ക്ക് വെച്ച് സിന്ദൂരം ഇടിയില്ലെങ്കിൽ നിർത്തിയായിരുന്നു. പിന്നെ സിന്ദൂരം ഇടിപ്പിച്ച് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ സിന്ദൂരം ഇട്ട് വളയിട്ട് പിന്നെ ഇതാണ് എൻ്റെ ഷാളൊക്കെ ഇട്ടിട്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. കൊള്ളാവോ? ഇങ്ങനെയായിരുന്നു ഞാൻ ഒരുങ്ങി കല്യാണത്തിന് പോയത്.